പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം, നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം, നിങ്ങൾ ആദ്യം ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആ മേഖലയെ കുറിച്ചൊന്ന് റീസർച്ച് ചെയ്യുക. കുറേ ആൾക്കാർ എഞ്ചിനീയറിംഗ് എടുക്കുന്നതിന് കണ്ടിട്ട് നിങ്ങൾ എഞ്ചിനീയർ എടുക്കാൻ പോകരുത്. നിങ്ങൾ ആ മേഖലയെ കുറിച്ച് ആദ്യം റീസർച്ച് ചെയ്യണം. ഓക്കെ, ഇത്ര ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്, ഇത്ര ആൾക്കാർക്ക് മാത്രമേ ജോലിയുള്ളൂ, അപ്പോൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉറപ്പാണോ? ജോലി ഉറപ്പായാൽ തന്നെയും എത്രയാണ് നമുക്ക് ശമ്പളം കിട്ടുക? ഒരു വർഷം ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിഗ്രി എടുക്കുന്നതിന് മുന്നേ റീസർച്ച് ചെയ്യണം. ഇപ്പോൾ കുറേ എഞ്ചിനീയർമാർ പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും ജോലിയില്ല. എന്തുകൊണ്ടാണ്? ഒരു കുത്തൊഴുക്കിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതകൾ കുറയും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ആ ഓപ്പർച്യൂണിറ്റി അറ്റാക്ക് ചെയ്യുക, കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അടുത്ത ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നോക്കി പോവുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തു എന്ന് വെച്ച് ജീവിതകാലം മൊത്തം എഞ്ചിനീയർ ആയിട്ട് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ അങ്ങോട്ട് പോവുക, പൈസ ഉണ്ടാക്കുക. നമുക്ക് ഇവഞ്ച്വലി വേണ്ട എന്താണ്? പൈസയാണ്. അപ്പോൾ പൈസ ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റില്ല, പിന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് പൈസയാണ്. അപ്പോൾ പൈസ നോക്കുക, പോവുക.